ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ഫ്രോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കട്ടിങ് കണ്ടവർക്ക് അറിയായിരിക്കും, നമ്മൾ എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. കട്ടിങ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി വെക്കണേ. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കി വെക്കണേ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ അന്ന് കട്ട് ചെയ്യാത്ത ചില കാര്യങ്ങളും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീതി കുറഞ്ഞ രീതിയിൽ നല്ല നീളത്തിൽ 2 കഷ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഡോറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ബാക്ക് ടൈക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെക്കൊക്കെ ചെയ്തെടുക്കാനായിട്ടും പിന്നെ ഒരു പീസും കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അതും നെക്കിലോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ എലൈൻ കട്ട് ചെയ്തിട്ട് സ്ലീവിനുള്ളതും കൂടി കട്ട് ചെയ്ത് വയ്ക്കുകയാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ബാക്ക് ടൈക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻപേ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ബാക്ക് ടൈ ഒക്കെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ബാക്ക് ടൈക്ക് വേണ്ടിയിട്ട് എപ്പോഴും എല്ലാ ഫ്രോക്കിൻ്റെ കാര്യത്തിലും പറയുന്ന പോലെ തന്നെ സെൻറ്റർ ഒന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. നല്ല വശം ഉള്ളിലോട്ട് പോകുന്ന വിധത്തിൽ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ടൈ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അരികത്തോടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്റ്റിച്ച് സെൻറ്ററിലോട്ട് വരുന്ന വിധത്തിലാക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ എൻഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് തിരിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാനും പിന്നെ നമ്മൾ ബാക്ക് ടൈ എന്ന് പറയുമ്പോൾ എന്തായാലും ക്ലോസ്ഡ് ആയിട്ടാണല്ലോ കിടക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാത്തിനും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ഇളകി പോരാതിരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ എന്നിട്ട് തിരിച്ചിട്ടെടുക്കുന്നുണ്ട്, ഉള്ളിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ പപ്പടക്കോല് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തുക. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിലായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ. ഈ ഒരു ബാക്ക് ടൈ തിരിച്ചെടുക്കുക, അതുപോലെ തന്നെ ഇങ്ങനെയുള്ളതൊക്കെ തിരിച്ചിട്ടെടുക്കാനായാലും നൂല് ചുറ്റി കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു സംഭവമാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ ആക്കി എടുക്കുന്നുണ്ട്. 2 പീസിന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. 2 സൈഡിലും വെച്ച് കൊടുക്കാനായിട്ട് വേണമല്ലോ. അപ്പോൾ അത് 2 ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോറി ചെയ്യുന്നത് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാനായിട്ട് ഓണാക്കി വെച്ചു. പക്ഷേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത് വീഡിയോയിൽ പെട്ടില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഡോറി ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് 2 സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് സെൻറ്ററിൽ ഒന്നും കൂടി സെൻറ്റർ മടക്കി കൊടുത്ത് അരികത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ട്. അല്ലാതെ ഞാൻ തിരിച്ചിട്ടെടുക്കാനൊന്നും നിന്നില്ല. വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ ആ ഒരു ഡോറി കൊടുക്കണില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നുള്ളൂ കേട്ടോ. പിന്നീട് നമ്മളത് ആ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മൾ എലൈനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ നെക്കിൻ്റെ പോർഷൻ എടുക്കുക. അതിലോട്ട് ഡോറിയും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വീതിയിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരുപാട് നീളത്തിലല്ലാണ്ട് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പീസ് മാത്രമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ ഒരു പീസിനെ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ടൊന്ന് മടക്കി സെൻറ്ററൊക്കെ ഒന്ന് കണ്ടിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും കറക്റ്റ് സെൻറ്ററിലൊന്ന് മടക്കി കൊടുത്തിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ പീസിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മെയിൻ ക്ലോത്തിൻ്റെ പീസിലും നല്ല വശം ഒരേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ഒന്ന് ഒരേപോലെ ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്ററിലൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനും ഈ ഒരു ഫ്രോക്ക് ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. നമ്മൾ 2 കൂട്ടർ ഒരുമിച്ച് ആദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല,
നമ്മൾ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഇത്രയും ലെങ്ത്ത് ആവശ്യമില്ല കേട്ടോ. ഞാൻ 12 ഇഞ്ച് ലെങ്ത്താണ് ഉദ്ദേശിച്ചത്. അത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തൊട്ട് 12 ഇഞ്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷേ എനിക്ക് അത്ര ആവശ്യമില്ല. യോക്കാകെ 12 ഇഞ്ച് വരുള്ളൂ. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തൊട്ട് 12 ഇഞ്ചാണ് നമുക്ക് ആകെ ആവശ്യമുള്ളൂ. പക്ഷേ ഞാൻ 12 ഇഞ്ച് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഞാനത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനത് അഴിച്ചിട്ട് ഞാനൊന്ന് മടക്കായിരുന്നു. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ലെങ്ത്ത് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ യോക്ക് എത്രയാണോ അത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തൊട്ട് നോക്കിയാൽ മതി കേട്ടോ. ഈ ഒരു പീസ് എടുക്കുമ്പോൾ ഇതിപ്പോൾ നെക്കിൻ്റെ അവിടെ നിന്ന് തൊട്ട് ഞാൻ 12 ഇഞ്ച് വെച്ചപ്പോൾ ഒരുപാട് ലെങ്ത്ത് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വൃത്തികേടായ പോലെ, വൃത്തികേടല്ല, കാണാൻ അത്രയാണ്ട് ഒരു എയിം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് കട്ട് ചെയ്തിട്ട് കറക്റ്റാക്കിയിട്ടാണ്. പിന്നെ സെൻറ്ററിൽ അത് വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് 2 സൈഡിലോട്ടും നമുക്ക് ഈ ഒരു ക്ലോത്ത് കിടക്കുന്നുണ്ടല്ലോ അവിടെ ഇതുപോലെ നമ്മുടെ ആ ഒരു ഡോരീനെ വെച്ച് കൊടുക്കുക. നെക്കിൻ്റെ പോർഷനിൽ തന്നെയാണ് കേട്ടോ നമ്മളിതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. 2 സൈഡിലും ഡോറി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. മോൾ വശത്ത് നെക്കിൻ്റെ പോർഷനിൽ മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതിന് ശേഷം ഞാൻ ഈ ഒരു പീസിൻ്റെ 2 സൈഡും ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട്, നമ്മൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ളിൽ മടക്കിയിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം മുകളിൽ കൂടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡോരി അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ആ സെൻറ്ററിൽ ആ പീസ് വെച്ച് കൊടുത്ത് സെൻറ്ററിൽ കൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ മാത്രമായിട്ട് ഡോരീനെ 2 സൈഡിലായിട്ട് വെച്ച് കൊടുത്തു. ആ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ആ ഡോരീനെ വെച്ച് കൊടുത്തു. അതിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ 2 സൈഡും 2 അറ്റം ഒരുപോലെ മടക്കിയിട്ട് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ച് അങ്ങനെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്കാണ് ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യില്ലേ നെക്ക്. അതിന് വേണ്ടി ആ ഒരു സ്ട്രൈറ്റ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ നമുക്ക് വീതി വേണ്ടത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നീളം വീതിയൊക്കെ എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് അത് അനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഉള്ളിലോട്ട് സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഇതിന് മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു നെക്ക് നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ കറക്റ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കണ്ടവരൊക്കെ ലൈറ്റായി എന്നറിയാം, എന്നാലും ഇതിൻ്റെ കട്ടിങ് കണ്ടവരൊക്കെ ഒന്ന് സ്റ്റിച്ചിങ് കൂടിയും കണ്ടു നോക്കി നോക്കണേ. കണ്ടു നോക്കിയിട്ട് ഈ ഫ്രോക്ക് എങ്ങനെയുണ്ടെന്നുള്ളതും കൂടി ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഈ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിലോട്ട് മടക്കിയിട്ട് അരികത്തൂടെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നീക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അത് അവിടെ നിന്ന് ഇങ്ങനെ പതിഞ്ഞ് നിൽക്കും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഫൈനലി ഈ ഒരു ഫ്രോക്ക് ഇട്ട് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഈ ഒരു കോട്ടൻ്റെ മെറ്റീരിയലൊന്നും അല്ലാതെ നല്ല ഈ ജോർജറ്റ് ഷിഫോൺ പോലത്തെ ഒക്കെ മെറ്റീരിയലാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു മോഡൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഈ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു സെൻറ്ററിൽ വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ അതിൻ്റെ 2 അറ്റം 2 സൈഡും നമുക്ക് ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മോൾ വശത്ത്, അത് അതേപോലെ തന്നെ ഉള്ളിലോട്ട് മടക്കിയിട്ട് താഴെ വരേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ എത്തുമ്പോൾ നമ്മളതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കണമായിരുന്നു ആ എൻഡ് കേട്ടോ. എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ നീറ്റിൽ കിട്ടുള്ളൂ. നമ്മൾ ആ സെൻറ്റർ പീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണമായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാനായിട്ട് അതിൽ വിട്ടുപോയതായിരുന്നു കേട്ടോ ആ ഒരു സംഭവം. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ടൈ പിടിച്ച് വലിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് വരിക എന്നുള്ളത്. 2 ടൈയും നമ്മൾ താഴോട്ട് വലിച്ചിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിൽ ഇങ്ങനെ ചുരുക്ക് പോലെ ഇങ്ങനെ കിട്ടും കേട്ടോ. നമ്മൾ ചുരുക്ക് ഇട്ട് കൊടുക്കാതെ തന്നെ ചുരുക്ക് പോലെ കിട്ടും. അങ്ങനെയാണ് ഈ ഒരു ഫ്രോക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ 2 അറ്റവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻഡിലെത്തുമ്പോൾ നമ്മൾ ആ ഒരു ഡബിൾ ഫോൾഡ് ചെയ്തത് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ അവിടെ വൃത്തികേടായിട്ട് നിൽക്കും.
അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ബാക്ക് നെക്കിൻ്റെ പോർഷനിൽ നമ്മൾ ഇത്രയും ചെയ്യുന്നില്ല, ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുന്നില്ല, പകരം നമ്മൾ ആ ഒരു എന്താ പറയുക, നെക്ക് മാത്രം ഒന്ന് ജസ്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്കിൻ്റെ പോർഷനിൽ ആ ഒരു സ്ട്രൈറ്റ് പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് ടൈ ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൽ ഇലാസ്റ്റിക് സ്ലീവാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ പോർഷനിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ആദ്യം ഒന്ന് ആ ഷോൾഡറിൻ്റെ പോർഷൻ വരുന്ന ഭാഗത്ത് ഒന്ന് 1/4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ 1/4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് ഒന്നുകൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ആ ഒരു ഇലാസ്റ്റിക് എത്ര വീതിയിലാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ, മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു 1/2 ഇഞ്ചോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് തേച്ചില്ല, കുറച്ച് കുറവായിട്ട് അങ്ങനെ ഈ 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കടന്നു പോകാൻ വിധത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മടക്കിയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത്ത് ഒരു ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതിയൊക്കെ മതിയാവും കേട്ടോ നമുക്ക് അതിൻ്റെ ആ ഒരു ലെങ്ത്ത്. അപ്പോൾ ഞാൻ അതുപോലെ ഇങ്ങനെ അളന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാറുള്ളത്. കറക്റ്റ് അളവ് ഇങ്ങനെ കണക്കാക്കിയിട്ടൊന്നുമല്ല, നമ്മൾ ഇത് എത്രയാണോ നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ലെങ്ത്ത് ഉള്ളത് അതിൻ്റെ പകുതിയായിട്ടൊക്കെ എടുത്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അത് ജസ്റ്റ് ഇതുപോലെ സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് അതിന് ഭാഗത്തോട്ട് കടത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടറ്റത്തും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമുക്കത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് വരേക്കും ഇതിങ്ങനെ തന്നെ ഇരിക്കണമല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മതി നമുക്ക് താഴ്ഭാഗത്തും ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഷോൾഡറിൻ്റെ പോർഷനിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ആ റൗണ്ടിലും നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്, കണ്ടില്ലേ. ഇനി നമ്മളിത് സ്ലീവ് നമ്മുടെ ആ ഒരു യോക്കിൻ്റെ പോർഷനിലോട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഏത് ഭാഗത്തോട്ടാണ് വെക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കണ്ടില്ലേ, ഇത് ഈ ഒരു ചെരിവാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് വരുന്ന ഭാഗം നെക്കിൻ്റെ പോർഷനിലോട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ആ ഒരു ചെരിവിനനുസരിച്ചിട്ട് തന്നെ സ്ലീവിലും നമ്മൾ ആ ഒരു ചെരിവ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഇതേപോലെ അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അവിടെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, എന്നാലും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്തോളൂ കേട്ടോ. അതിനുശേഷം എന്താ ഇവിടെ ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പുറത്തോട്ട് നല്ല വശത്ത് വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡിലോട്ടും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ബാക്ക് സൈഡ് വയ്ക്കുമ്പോൾ അത് ഏത് ഭാഗത്തോട്ടാണെന്നുള്ളതൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ച് നോക്കിയതിന് ശേഷം വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ ആ ഇതിലും ചെരുവിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ചെരുവിലോട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സ്ലീവും ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനത് പിന്നെ വീണ്ടും കാണിച്ചിട്ടില്ല കേട്ടോ. എങ്ങനെയാണോ നമുക്ക് വെക്കേണ്ടതെന്നുള്ളത് കറക്റ്റാക്കി വെച്ച് നോക്കിയിട്ട് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു ചെരിവ് കട്ട് ചെയ്തിട്ടുള്ളത് സ്ലീവിലും അതുപോലെ തന്നെ ഈ ഒരു സ്കേർട്ടിന് ആ ഒരു യോക്കിൻ്റെ ആ ഒരു പോർഷനിലും നമ്മൾ നെക്കിൻ്റെ പോർഷനിലായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ചെരിവിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കട്ടിങ് കണ്ടവർക്ക് ശരിക്കും മനസ്സിലാവും എന്താണെന്നുള്ളത്. കട്ടിങ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കി നോക്കുക. എന്നിട്ട് സ്റ്റിച്ചിങ് കാണാം, സ്റ്റിച്ചിങ് കണ്ടിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്, കാണാൻ നല്ലൊരു ലുക്കുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഞാൻ ഇതേപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഈ ഒരു ഫ്രോക്കിൻ്റെ മറ്റേ സ്ലീവ് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ആ സ്ലീവ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഇനി കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് ഒരു ഭാഗത്ത് വെച്ചപ്പോൾ തന്നെ ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എക്സ്ട്രാ നിൽക്കുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ഞാൻ ഇതിൻ്റെ താഴ്ഭാഗത്ത് ആ ഒരു ഇതും കൂടി കാണിക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗം ചെയ്യാതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ഭാഗം തന്നെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് കുഴപ്പമില്ലല്ലോ, ഞാനത് വിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. ആ ഇലാസ്റ്റിക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. നമുക്ക് രണ്ട് സൈഡും വെച്ച് കൊടുത്തിട്ടുണ്ട്, സ്ലീവ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇലാസ്റ്റിക് താഴ്ഭാഗത്ത് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഞാൻ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യാറില്ല. നമ്മൾ ജസ്റ്റ് അതിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് താഴോട്ടേക്ക് അതിൻ്റെ ഒരു ഇത് നിൽക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. തേരുവശമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ. ഡബിൾ ഫോൾഡ് ചെയ്യണമൊന്നുമില്ല, വെറുതെ ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എൻഡ് വരേക്കും അത് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് ഇലാസ്റ്റിക് കടത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇലാസ്റ്റിക്കിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ. എന്നിട്ട് അതിലോട്ട് കടത്തിയിട്ട് രണ്ട് സൈഡൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൈഡ് ജോയിൻ ചെയ്യണ വരേക്കും അത് അതേപോലെ തന്നെ ഇരിക്കണമല്ലോ. അപ്പോൾ രണ്ട് സ്ലീവിൽ അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഭാഗമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫോണിൽ ഓണാക്കി വെച്ചാലും സ്റ്റോറേജ് ഫുള്ളായിട്ട് നമുക്കത് കിട്ടാതെ പോകുന്നുണ്ട് കേട്ടോ ചില ഭാഗങ്ങൾ. അതാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഞാൻ എന്താ അവിടെ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്, സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തൊട്ട് നമ്മൾ വേസ്റ്റിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗം വരേക്കുള്ള അളവെടുത്തിട്ട് അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ടൈയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വേറെയും ഫ്രോക്കുകളിലും കാര്യങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ടൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാനൊരു 11 അടുത്തൊക്കെ ആയിട്ടാണ് കേട്ടോ, 11 ആയിട്ടാണ് ഇഞ്ച് എടുത്തിട്ടുള്ളത് ടൈ വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയും അതിൻ്റെ ഇടയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ടൈ വെക്കുമ്പോൾ നമ്മൾ ടൈൻ്റെ തുമ്പ് സ്റ്റിച്ച് ചെയ്ത് പോവാത്ത ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം അല്ലാതെ ഓപ്പണായി കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് പുറത്തോട്ട് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ ഒരു നമ്മൾ മറിച്ചിട്ടുള്ള ആ ഡ്രസ്സിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. തുമ്പിൽ മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതാണ് പറഞ്ഞത്, ഓപ്പണായി കിടക്കുന്ന ഭാഗം പുറത്തോട്ട് വരുന്ന വിധത്തിൽ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു, ടൈ ഒക്കെ അറ്റാച്ച് ചെയ്യണത്. നമ്മളെല്ലാ ഫ്രോക്കുകളിലും ചെയ്യണതാണല്ലോ. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ എൻഡ് വരേക്കും ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ലൈനായിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനൊന്ന് ശ്രദ്ധിച്ചത്, ഈ ഒരു സ്റ്റിച്ചിങ് കൂടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ഒരു അളവിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ആ മിസ്റ്റേക്ക് പറ്റിയല്ലോ എന്നുള്ളത്, അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി, ആ ഒരു ലെങ്ത്ത് അത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല നമുക്ക്. അപ്പോൾ ഞാനതൊന്ന് ചെറുതാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണത്. ജസ്റ്റ് അതൊന്ന് അഴിച്ചിട്ട് ആ ലെങ്ത്ത് ഒന്ന് കുറച്ച് കൊടുത്തു. അപ്പോൾ 12 എന്നുള്ളത് ഒരു 10 8 ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ 8 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു 8 ഇഞ്ച് വരുന്ന വിധത്തിലായിട്ട് എടുത്തു. അപ്പോൾ ഒരു 9 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഉള്ളിലോട്ട് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ഞാനൊന്ന് മാറ്റി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആർക്കാണെങ്കിലും ഇതേപോലെയൊക്കെ സംഭവിക്കും കേട്ടോ. പെട്ടെന്ന് നമുക്ക് എല്ലാതും ഒരേപോലെ നമുക്കിപ്പോൾ ചെയ്തെടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും അബദ്ധങ്ങളൊക്കെ പറ്റിയെന്നൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്തായാലും കട്ട് ചെയ്ത് കളഞ്ഞില്ല, ഞാൻ നിങ്ങൾക്കത് പറയും കൂടിയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ എനിക്കത് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ലെങ്ത്ത് കുറച്ചിട്ട് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാനത് പറയാൻ കാരണം ആർക്കാണെങ്കിലും ഇതേപോലെയൊക്കെ അബദ്ധങ്ങളൊക്കെ വരും.
അപ്പം ഞാൻ എന്താ ഇതുപോലെ താഴ്ഭാഗത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അത് ഞാൻ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് പിന്നെ വീണ്ടും ഒന്നും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇത് ഇതുപോലെയാണ് നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ യോക്കിൽ വരുന്നത്. ഇതുപോലെ ഇങ്ങനെ ചുരുക്കുണ്ടാവും. ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഫോണിലെ ലൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഇതുപോലെയാണ് ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഡബിൾ ഫോൾഡ് ചെയ്യണത് ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു നെക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കുഴിഞ്ഞ് വി പോലെയൊക്കെ വരും. വി അല്ല, അങ്ങനെ ഒരു ഷേപ്പിലായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ബൈ.